മലക്കര കാത്തലിക് ടിവിയുടെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പൊതുവായ സഭാചരിത്രത്തിൻ്റെ തുടക്കം നമ്മൾ കണ്ടു. എന്താണ് ചരിത്രമെന്നോ, എന്താണ് തിരുസഭാ ചരിത്രമെന്നോ, ആദിമസഭയുടെ ആരംഭവും വളർച്ചയും, അപ്പസ്തോലിക കാലഘട്ടം, ആരാധനാക്രമത്തിൻ്റെ ചരിത്രം, സഭയുടെ പൊതുവായ ഘടനയുടെ തുടക്കം, മതമർദ്ദനങ്ങളും സഭാ സ്വാതന്ത്ര്യം എന്നിവ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായി കാണുന്നത് ക്രൈസ്തവ സന്യാസത്തെക്കുറിച്ചും സഭാപിതാക്കന്മാരെക്കുറിച്ചും സഭാ സുനകദോസുകളെക്കുറിച്ചുമാണ്. ആദ്യമായി ക്രൈസ്തവ സന്യാസത്തിൻ്റെ ആരംഭം. ലൗകിക വ്യാപാരങ്ങളിൽ നിന്നും മാറി ആത്മീയ ജീവിതം നയിച്ചിരുന്നവരെ എല്ലാ കാലത്തും എല്ലാ ദേശങ്ങളിലും നമുക്ക് കാണാം. തിരുസഭയുടെ ആരംഭം മുതൽ സുവിശേഷ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്ന സമർപ്പിത വ്യക്തികളുണ്ടായിരുന്നു. ചിലർ ഏകാന്ത ജീവിതം നയിച്ചപ്പോൾ ചിലർ സമൂഹ ജീവിതമാണ് നയിച്ചിരുന്നത്. ഈ സമൂഹ ജീവിതം പിന്നീട് അനേകം സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് വഴിതെളിച്ചു. സന്യാസ പ്രസ്ഥാനങ്ങൾ സന്യാസ സമൂഹങ്ങളായി വളർന്നു. സഭ ഇതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആധികാരികമായി അംഗീകരിക്കുകയും ചെയ്തു. സന്യാസ ജീവിതത്തിൻ്റെ ഉത്ഭവത്തെയും വളർച്ചയും പറ്റിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ആദിമസഭയിൽ സന്യാസ ജീവിതം ആരംഭിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദിമ ക്രിസ്ത്യാനികളിൽ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ പ്രബോധനാനുസരണം സന്യാസ ജീവിതം ആഗ്രഹിച്ചവർ ഉണ്ടായിരുന്നു. ഇതിന് ഇവരെ പ്രേരിപ്പിച്ച മറ്റു പല ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്നാമതായി ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ദ്വിതീയ ആഗമനത്തിലുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉടനെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതിനാൽ ലൗകിക കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ദൈവിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഏകാന്തതയിലും മറ്റും ജീവിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാരണം വിഗ്രഹ ആരാധനയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ആഗ്രഹമായിരുന്നു. പൊതു തൊഴിലുകൾ സ്വീകരിച്ചിരുന്നവർ വിഗ്രഹ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കപ്പെട്ടിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ പൊതുസമൂഹവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലേ വിഗ്രഹ ആരാധനയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നുള്ളൂ. മൂന്നാമത്തെ കാരണം ആദിമ നൂറ്റാണ്ടുകളിൽ നടന്ന മതമർദ്ദനങ്ങൾ ആണ്. വിശ്വാസം സംരക്ഷിക്കാൻ മതമർദ്ദന കാലത്ത് അനേകം പേർ വനങ്ങളിലേക്കും ഗുഹകളിലേക്കും മരുഭൂമിയിലേക്കും മറ്റ് രഹസ്യ സങ്കേതങ്ങളിലേക്കും പലായനം ചെയ്തു. അവർ അവിടെ സന്യാസ ജീവിതം നയിച്ചു. ക്രൈസ്തവ സന്യാസത്തിൻ്റെ അടിത്തറ അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട് ആദിമ സഭാ സമൂഹത്തിൽ തന്നെയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതവും കൂട്ടായ്മയും പങ്കുവെക്കലും ഇന്നും തുടരുന്നതിനുള്ള തീവ്രമായ വിശ്വാസ തീഷ്ണതയാണ് ക്രൈസ്തവ സന്യാസത്തിൻ്റെ അടിത്തറയും ആന്തരിക ചൈതന്യവും. ഈ അപ്പസ്തോലിക പാരമ്പര്യം പിന്തുടരുവാനുള്ള പരിശ്രമവും ആവിഷ്കാരവുമാണ് സഭയിലെ താപസ സന്യാസം അഥവാ മൊണാസ്റ്റിസിസം. ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുവാനും സുവിശേഷ പ്രബോധനങ്ങളിലെ സജീവ സാക്ഷ്യവുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ആദിമ നൂറ്റാണ്ടുകളിൽ സന്യാസം എങ്ങനെ ആരംഭിച്ചു എന്ന് നമുക്ക് നോക്കാം. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ആദിമസഭയിൽ കന്യകകൾ എന്നൊരു പ്രത്യേക സമൂഹം ഉണ്ടായിരുന്നു. ഇവർ മിശിഹായ്ക്ക് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. സ്വഭവനങ്ങളിലോ ഏകാന്ത സ്ഥലങ്ങളിലോ കൂട്ടമായോ ആണ് അവർ താമസിച്ചിരുന്നത്. പൗരസ്ത്യ ദേശത്താണ് സന്യാസം വളരാൻ തുടങ്ങിയത്. ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിക്കണമെന്ന ചില ക്രിസ്തു ശിഷ്യരുടെ ആന്തരികമായ പ്രചോദനവും ലോകവും ലൗകിക സുഖങ്ങളും അതിന് തടസ്സങ്ങളാണെന്നുള്ള തിരിച്ചറിവും അവരെ ഉള്ളതെല്ലാം പരിത്യജിച്ച് ഏകാന്തത അന്വേഷിച്ച് വനാന്തരങ്ങളിലേക്കും മരുഭൂമികളിലേക്കും പോകാൻ പ്രേരിപ്പിച്ചു. പ്രാർത്ഥന, മൗനം, തപസ്, അധ്വാനം തുടങ്ങിയവ ഉൾപ്പെടുന്ന ഒരു ജീവിതശൈലി അവർ സ്വീകരിച്ചു. 3-4 നൂറ്റാണ്ടുകളിലാണ് ഏകാന്തവാസം പ്രബലപ്പെട്ടു വന്നത്.
മരുഭൂമിയിലെ വിശുദ്ധ പൗലോസ്, വിശുദ്ധ മക്കാറിയൂസ്, ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസ് തുടങ്ങിയവർ പ്രസിദ്ധരായ സന്യാസികളായിരുന്നു. ഈജിപ്റ്റ് ആയിരുന്നു ഇവരുടെ ജന്മനാട്. അതുകൊണ്ട് തന്നെ സന്യാസ ജീവിതത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്ന സ്ഥാനം ഈജിപ്തിനാണെന്ന് പറയാൻ സാധിക്കും. ഈജിപ്തിലെ വിശുദ്ധ അന്തോനിയോസ്. വിശുദ്ധ അന്തോനീസ് ആണ് ക്രിസ്തീയ സന്യാസ ജീവിതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുവാൻ എന്ന വിശുദ്ധ വചനം കേൾക്കാനിടയായ അന്തോനിയസ് തൻ്റെ വസ്തുക്കളെല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് AD 271 തൻ്റെ 20ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം ആരംഭിച്ചു. 15 വർഷം സ്വന്തം നാട്ടിൽ സന്യാസ ജീവിതം നയിച്ച ശേഷം വനാന്തരത്തിലേക്ക് പോയി ഏകാന്ത ജീവിതം നയിച്ചു. 105ാം വയസ്സിൽ AD 356 മരിക്കുന്നവരെ നൈൽ നദിയും ചാവുകടലിനും മധ്യയുള്ള പ്രദേശത്ത് അദ്ദേഹം ധ്യാനത്തിലും തപസ്സിലും കഴിച്ചുകൂട്ടി. വിശുദ്ധ പക്കോമിയോസ്. ക്രമേണ സന്യാസ ജീവിതത്തിൽ പുതിയ വഴികൾ, പ്രത്യേകിച്ച് സമൂഹ ജീവിത ശൈലികൾ ആവിർഭവിച്ചു. ഇതിൻ്റെ ആരംഭകൻ വിശുദ്ധ പക്കോമിയോസ് ആണ്. ഈജിപ്തിലെ താബിൻഡസിൽ ഒരാശ്രമം തുടങ്ങി. സമൂഹ ജീവിതം എളുപ്പമാക്കാൻ സമൂഹ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നിയമാവലിക്ക് രൂപം കൊടുത്തു. അനേകർ ഈ ജീവിത രീതിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. വിശുദ്ധ പക്കോമിയോസിൻ്റെ സഹോദരി മേരിയുടെ മേൽനോട്ടത്തിൽ സ്ത്രീകൾക്കായുള്ള സന്യാസ ജീവിതവും ആരംഭിച്ചു. അവർക്ക് വേണ്ടി അദ്ദേഹം 2 മഠങ്ങൾ സ്ഥാപിച്ചു. ഏകാന്ത സന്യാസത്തിൽ നിന്നും സമൂഹ സന്യാസത്തിലേക്കുള്ള മാറ്റം സന്യാസ ജീവിത പരിണാമത്തിലേക്ക് ഒരു പ്രധാന നാഴികക്കല്ലാണ്. പക്കോമിയോസിൻ്റെ ചിന്താഗതിക്കാരനായ വിശുദ്ധ ബേസിൽ ഏഷ്യ മൈനറിൽ സന്യാസത്തിന് പ്രചാരം നൽകി. സന്യാസ ജീവിതത്തിനായി അദ്ദേഹം ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി. ബേസിലിൻ്റെ നിയമസംഹിത അഥവാ ബെസേലിയം റൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. സുറിയാനി സഭകളിലും താപസ സന്യാസ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ മറ്റു പല സന്യാസ ജീവിത രീതികളും നിലവിൽ വന്നിരുന്നു. ചിലർ 2-3 പേർ വീതമുള്ള ചെറിയ സമൂഹങ്ങളായി അധികാരിയോ നിയമങ്ങളോ കൂടാതെ ജീവിച്ചു. മറ്റു ചിലർ കഠിന തപസ് അനുഷ്ഠിച്ച് ജീവിച്ചു. ഉദാഹരണമായി അന്നത്തെ പ്രസിദ്ധനായ കഠിന താപസനായിരുന്നു തൂണിന്മേൽ ശമയം. AD 4ാം നൂറ്റാണ്ടോടുകൂടി സന്യാസം വലിയൊരു പ്രസ്ഥാനമായി വളർന്നു തുടങ്ങി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അനുവദിച്ച മതസ്വാതന്ത്ര്യം സന്യാസ ജീവിതത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയെന്ന് തന്നെ പറയാം. സന്യാസം പാശ്ചാത്യ സഭയിൽ എപ്രകാരം വളർന്നുവെന്ന് നമുക്ക് നോക്കാം. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ പാശ്ചാത്യ സഭയിലും സന്യാസം ആരംഭിച്ച് വളരുവാൻ തുടങ്ങി. പൗരസ്ത്യ സന്യാസ ശൈലി തന്നെയാണ് പാശ്ചാത്യ ദേശത്തും കാണാൻ സാധിച്ചിരുന്നത്. വിശുദ്ധ അത്തനേഷ്യസ്, എവ്സേബിയൂസ്, നോളായിലെ വിശുദ്ധ പൗളീനൂസ്, വിശുദ്ധ അംബ്രോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അവിടെ സന്യാസം പുഷ്ടി പ്രാപിച്ചത്. ഹിപ്പോയിലെ മെത്രാനായിരുന്ന വിശുദ്ധ അഗസ്റ്റിനും പാശ്ചാത്യ സന്യാസത്തെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ്. വിശുദ്ധ അത്തനേഷ്യസ് ഈജിപ്തിലെ അന്തോനീസിൻ്റെ ജീവിത ചരിത്രം ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പാശ്ചാത്യ സന്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ഉപകാരപ്രദമാകുകയുണ്ടായി. വിശുദ്ധ ബെനഡിക്റ്റ്. പാശ്ചാത്യ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവും നിയമദാതാവുമായാണ് വിശുദ്ധ ബെനഡിക്റ്റ് അറിയപ്പെടുന്നത്. മധ്യ ഇറ്റലിയിലെ ന്യൂസിയായിൽ ജനിച്ച അദ്ദേഹം റോമിന് കിഴക്ക് സുബിയാക്കോയിൽ ഏകാന്തവാസം നയിച്ചു. അദ്ദേഹത്തിൻ്റെ താമസ ജീവിതത്തിലും ആധ്യാത്മികതയിലും അനേകർ ആകർഷിക്കപ്പെട്ടു. അദ്ദേഹം 12 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. AD 524 മൊന്തേക്കാസിനോയിൽ ഒരു വലിയ ആശ്രമം സ്ഥാപിച്ചു. അതായിരുന്നു മാതൃഭവനം. വ്യക്തിപരമായ അനുഭവജ്ഞാനവും പൗരസ്ത്യ സന്യാസത്തെക്കുറിച്ചുള്ള അറിവും ഒരു പുതിയ നിയമസംഹിത രൂപം കൊടുക്കുവാൻ വിശുദ്ധ ബെനഡിക്റ്റിനും സഹായിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം,
നിയമപാലനം, ധാർമ്മിക നവീകരണം, സ്ഥിരത എന്നിങ്ങനെ 6 വ്രതങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ നിയമാവലി. ബെനഡിക്റ്റിന്റെ നിയമം മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ അംഗീകരിച്ചു. ഈ നിയമ സംഹിത മറ്റു പല പാശ്ചാത്യ സന്യാസ സഭാ സ്ഥാപകരും തങ്ങളുടെ സന്യാസ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിന് മാതൃകയായി സ്വീകരിച്ചു. ഓറ ഇറ്റ് ലെബോറ, പ്രേ ആൻഡ് വർക്ക്, പ്രാർത്ഥനയും ജോലിയും എന്നതായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആദർശ സൂക്തം. സഭാചരിത്രത്തിൽ സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആധ്യാത്മികമായ നവോത്ഥാനത്തിനും ക്രിസ്തീയ ദർശനങ്ങളുടെ വികാസനത്തിനും അവ വഹിച്ചിട്ടുള്ള പങ്ക് വിലയേറിയതാണ്. പിൽക്കാലത്ത് കാലഘട്ടത്തിന് വിളിക്ക് പ്രത്യുത്തരം നൽകി രൂപപ്പെട്ട സന്യാസ സമൂഹങ്ങളുടെ പ്രചോദനം എന്നത് ആദ്യകാല സന്യാസ ജീവിത ശൈലി തന്നെയായിരുന്നു. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് പഠന വിഷയമാക്കുന്നത് സഭാപിതാക്കന്മാരെ കുറിച്ചാണ്. സഭാചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സഭാപിതാക്കന്മാരെ പറ്റിയും അവരുടെ പ്രത്യേകതകൾ, പ്രവർത്തനങ്ങൾ എന്നിവയാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ആരാണ് സഭാപിതാക്കന്മാർ? ക്രിസ്തീയ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയെ നയിച്ച പണ്ഡിതരും വിശുദ്ധരുമായ സഭാ നേതാക്കന്മാരെയാണ് സഭാപിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. സ്ലീഹന്മാരുടെ കാലശേഷം സഭയുടെ വളർച്ചയ്ക്കും വിശ്വാസ ജീവിതത്തിനും രൂപവും ഭാവവും പകർന്നു നൽകിയവരാണ്. സഭയുടെ ആരംഭകാലത്തെ നിരവധി സൈദ്ധാന്തികവും വിശ്വാസപരവുമായ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യേ സത്യവിശ്വാസം ഉയർത്തിക്കാട്ടിയ ധീര സേനാനികളാണവർ. ക്രിസ്തു മൂലത്തെയും വിശുദ്ധ സ്ലീഹന്മാർ അടിസ്ഥാനവുമായ സഭാസൗധത്തിൻ്റെ ബലമേറിയ തൂണുകളാണ് സഭാപിതാക്കന്മാർ. ക്രൈസ്തവ വിശ്വാസം ആശയങ്ങളുടെ സമാഹാരമല്ലെന്നും അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കർമ്മമാർഗമാണെന്നും അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സഭയുടെ പ്രബോധനങ്ങൾക്ക് നിശ്ചിത രൂപം നൽകി അബദ്ധ ഉപദേശങ്ങളെ എതിർത്ത് വിശുദ്ധ രഹസ്യങ്ങളെപ്പറ്റി വ്യാഖ്യാനിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷ്യങ്ങൾ നൽകി സഭയെ നയിക്കുകയും വളർത്തുകയും ചെയ്തവരാണ് സഭാപിതാക്കന്മാർ. സഭയുടെ ഉത്ഭവത്തിൽ അപ്പോസ്തലന്മാർക്കുള്ള അതുല്യ സ്ഥാനം പോലെ സഭയുടെ വളർച്ചയിൽ സഭാപിതാക്കന്മാർക്ക് അതുല്യ സ്ഥാനമുണ്ട്. സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തെയും പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ സഭയുടെ ആധികാരിക പാരമ്പര്യത്തിന് സാക്ഷ്യം വഹിച്ചവരെയാണ് സഭാപിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. 4 സവിശേഷതകളാണ് സഭാപിതാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. 1. സത്യവിശ്വാസം. 2. സഭയുടെ ഔദ്യോഗിക അംഗീകാരവും സ്ഥിരീകരണവും. 3. വിശുദ്ധി. 4. പ്രാചീനത. സഭാപിതാക്കന്മാരെ പൊതുവിൽ പാശ്ചാത്യരെന്നും പൗരസ്ത്യരെന്നും രണ്ടായി തിരിക്കാം. പൗരസ്ത്യ സഭകളിൽ AD 750 മരിച്ച ജോൺ ഡവിഷ്യൻ വരെയുള്ളവരെയാണ് സഭാപിതാക്കന്മാരായി പരിഗണിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ സഭകളിൽ AD 636 മരിച്ച ഇസിഡോർ ഓഫ് സിബിൽ വരെയുള്ളവരെയാണ് സഭാപിതാക്കന്മാരായി കരുതുന്നത്. സഭാപിതാക്കന്മാരെ പറ്റിയുള്ള പഠനത്തിനാണ് പട്രോളജി എന്ന് പറയുന്നത്. ആരാണ് അപ്പസ്തോലിക പിതാക്കന്മാർ? അപ്പസ്റ്റോലിക് ഫാദേഴ്സ്. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന പിതാക്കന്മാരെ അപ്പസ്തോലിക പിതാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പസ്തോലന്മാരുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതും അവരുടെ പ്രബോധനങ്ങൾ കലർപ്പില്ലാതെ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് അവരെ അപ്പസ്തോല പിതാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. ഇവരുടെ കൃതികളിൽ പകുതിയും കത്തുകളും ലേഖനങ്ങളുമാണ്, ബാക്കി സൈദ്ധാന്തികമായ പ്രബോധനങ്ങളുമാണ്. റോമിലെ വിശുദ്ധ ക്ലെമന്റ്, ബർണവാസ്, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ പോളികാർപ്പ്, പപ്പിയാസ് എന്നിവരാണ് പ്രധാനപ്പെട്ട അപ്പസ്തോലിക പിതാക്കന്മാർ. ക്രിസ്തുമത സഭയെ കത്തോലിക്ക സഭയെന്ന് ആദ്യമായി വിളിച്ചത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആയിരുന്നു. ഇഗ്നേഷ്യസിൻ്റെ സ്നേഹിതനും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ ശിഷ്യനുമായിരുന്നു വിശുദ്ധ പോളികാർ. 2-ാം നൂറ്റാണ്ടിലെ വിശ്വാസ സംരക്ഷകർ അല്ലെങ്കിൽ അപ്പോളജിസ്റ്റ്സ്.
രണ്ടാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾക്കും ഭീഷണികൾക്കുമെതിരായി സത്യവിശ്വാസം സംരക്ഷിക്കാൻ എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്തവരെയാണ് വിശ്വാസ സംരക്ഷകരെന്ന് വിളിക്കുന്നത്. ക്രൈസ്തവ പീഡനങ്ങളുടെയും മതവർദ്ധനകളുടെയും കാലഘട്ടത്ത് സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് അനേകരെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചു. വിശുദ്ധ ജസ്റ്റിൻ, ടാസിയൻ, അത്തനാസ്യൂസ്, അന്ത്യോക്യയിലെ തിയോഫിലോസ്, ഹെർമിയാസ്, വിനിച്ചിയൂസ്, ഫെലിക്സ് എന്നിവരാണ് വിശ്വാസ സംരക്ഷകരിൽ മുഖ്യർ. ഇനി നമുക്ക് പ്രത്യേകമായിട്ട് ആരൊക്കെയാണ് പൗരസ്ത്യ പിതാക്കന്മാർ എന്ന് നമുക്ക് നോക്കാം. രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പാശ്ചാത്യ പൗരസ്ത്യ ദൈവശാസ്ത്ര ചിന്തകൾ ക്രമേണ വളർന്നു വരികയും വ്യത്യസ്തമായി അവതരിപ്പിക്കാനും തുടങ്ങി. പാശ്ചാത്യ സഭയുടെ ഔദ്യോഗിക ഭാഷയായി ലത്തീൻ അംഗീകരിക്കപ്പെട്ടതും പാശ്ചാത്യ പൗരസ്ത്യ ചിന്താധാരയിലുള്ള അകലം വർദ്ധിപ്പിച്ചു. പൗരസ്ത്യ പിതാക്കന്മാരിൽ ക്ലെമന്റ്, ഒറിജിൻ, ഡൈനീഷ്യസ് തുടങ്ങിയവർ യേശുവിൻ്റെ ദൈവ മനുഷ്യ സ്വഭാവങ്ങളെ വിശദീകരിച്ച് പഠിച്ചവരാണ്. ആര്യൻ പാഷണ്ഡക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ വ്യക്തിയാണ് വിശുദ്ധ അത്തനാസ്യൂസ്. സ്വർണ്ണനാവുകാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ജനങ്ങളുടെ ധാർമ്മിക നിലവാരം ഉയർത്താനായി ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ക്രിസോസ്റ്റോ മാറിവാരിയൂസ് എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. വിശുദ്ധ കൂറിലോസ് ആകട്ടെ ക്രിസ്തു ഏകയാളാണ് എന്ന യാഥാർത്ഥ്യവും രണ്ട് സ്വഭാവങ്ങളും ഏകയാളിൽ ഒന്നിച്ചിരിക്കുന്നു എന്നീ കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തമായി പഠിപ്പിച്ചു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ച പിതാക്കന്മാരാണ് കപ്പദോഷ്യൻ പിതാക്കന്മാർ. വിശുദ്ധ ബേസിൽ, ഗ്രിഗറി നസിയാൻസൻ, ഗ്രിഗറി നീസ എന്നീ 3 പിതാക്കന്മാരെയാണ് കപ്പദോഷ്യൻ പിതാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഇവർ മൂവരും ആര്യൻ പാഷണ്ഡതയെ തള്ളിപ്പറഞ്ഞ് നിത്യാവിശ്വാസം സ്പഷ്ടമായി പഠിപ്പിച്ചവരാണ്. യേശുവിൻ്റെ ദൈവികതയെ നിഷേധിച്ച നെസ്തോറിയൻ പാഷണ്ഡതയ്ക്കെതിരെ പൊരുതിയ വിശുദ്ധ സിറിലും പൗരസ്ത്യ പിതാക്കന്മാരിൽ പ്രമുഖരാണ്. സുറിയാനി സഭാപിതാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനാണ് വിശുദ്ധ അപ്രേം. അദ്ദേഹം മുഖ്യമായി പദ്യകൃതികളിലൂടെയാണ് സത്യവിശ്വാസം പഠിപ്പിച്ചത്. അതിനാൽ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. നമ്മുടെ ആരാധനക്രമത്തിൽ വിശുദ്ധ അപ്രേമിൻ്റെ ബോസ എന്ന് എഴുതിയിട്ടുള്ള ധാരാളം ഗാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗാനങ്ങളെല്ലാം തന്നെ ആദിമ നൂറ്റാണ്ടിൽ നിന്ന് പിതാക്കന്മാരിൽ നിന്ന് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പാശ്ചാത്യ പിതാക്കന്മാർ പാശ്ചാത്യ സഭയിൽ സത്യവിശ്വാസത്തിനെതിരെ ഉയർന്നു വന്ന വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുകയും സഭാപ്രബോധനങ്ങളെയും ദൈവശാസ്ത്ര ചിന്തകളെയും ഉയർത്തിപ്പിടിച്ചവരാണ് പാശ്ചാത്യ പിതാക്കന്മാർ. തെർത്തൂലിയൻ, വിശുദ്ധ സിപ്രിയൻ, വിശുദ്ധ ഹിലാരി, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്റ്റിൻ. അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരായ സഭാപിതാക്കന്മാരാണ് സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തിയത്. പാശ്ചാത്യ പൗരസ്ത്യ പിതാക്കന്മാരുടെ സത്യവിശ്വാസ പ്രബോധനങ്ങളിലാണ് സഭയുടെ അടിത്തറ. പൈതൃകമായി ലഭിച്ച ഈ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ചരിത്ര പഠനം നമ്മെ സഹായിക്കുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന വിഷയം സഭാ സുനകദോസുകളാണ്. ക്രൈസ്തവ സഭയിലെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളുടെ വിശകലനത്തിനും തീർപ്പ് കൽപ്പിക്കുന്നതിനും സഭയിൽ പൊതുപ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അവയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും സഭയെ ഏകോപിപ്പിക്കുന്നതിനുമായി സഭാ അധ്യക്ഷന്മാർ ഒത്തുചേരുന്ന സവിശേഷ സമ്മേളനങ്ങളാണ് സുനകദോസുകൾ. ക്രൈസ്തവ സഭയ്ക്ക് മതസ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് ആഴമേറിയ വിചിന്തനങ്ങൾ നടത്തുവാൻ അവസരം ലഭിച്ചില്ല. ആദിമ ക്രൈസ്തവർ ജീവത്യാഗം ചെയ്തും വിശ്വാസം സംരക്ഷിച്ചു. മതബന്ധനങ്ങൾക്ക് ശേഷം
റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം അംഗീകരിച്ചതോടെ പല മാറ്റങ്ങളുമുണ്ടായി. വിശ്വാസ സത്യങ്ങളുടെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങിയതോടെ വാദപ്രതിവാദങ്ങളും സത്യവിശ്വാസത്തിന് എതിരായ പഠനങ്ങളും വിഭിന്ന അഭിപ്രായങ്ങളും ചർച്ചകളും തർക്കങ്ങളും ചേരിതിരിവുകളും ഉണ്ടായി. സത്യവിശ്വാസത്തിനെതിരെ അബദ്ധോപദേശങ്ങൾ സഭയിൽ ക്രമേണ രൂപപ്പെടുകയുണ്ടായി. ഈ അബദ്ധോപദേശങ്ങൾ പഠിപ്പിക്കുന്നവരെ ഭാഷണ്ഡിക്കൽ അഥവാ ഹെററ്റിക്സ് എന്നും അബദ്ധ ഉപദേശത്തെ പാഷണ്ഡതകൾ ഹെരസി എന്ന് വിളിച്ചു. ഉദാഹരണമായി ആദിമകാലത്ത് തന്നെ വിവിധ പാഷണ്ഡതകൾ സഭയിലുണ്ടായിരുന്നു. മണിക്കിയനിസം, ഡോസറ്റിസിസം, മോഡലിസം, പലേജിയനിസം തുടങ്ങി നിരവധി പാഷണ്ഡതകൾ സത്യവിശ്വാസത്തിനെതിരെ സഭയിൽ ആരംഭിച്ചു. സഭയുടെ ചരിത്രത്തിൽ സുനകദോസുകൾക്ക് സുപ്രധാനമായ സ്ഥാനവും നിർണായകമായ സ്വാധീനവും ഉണ്ടായിരുന്നു. ഈ സെനഡുകൾ കൂടിയ കാലങ്ങളിൽ സഭയിലുണ്ടായിരുന്ന പൊതുപ്രശ്നങ്ങൾക്ക് പിതാക്കന്മാർ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. അന്നത്തെ പിതാക്കന്മാർ സഭാശിക്ഷണ സംബന്ധമായ കാനൂനുകൾ അതാ സഭാ നിയമങ്ങൾ പാസാക്കുകയും സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിനും സത്യ ആരാധനയിലൂടെ മനുഷ്യരെ നയിക്കുന്നതിനും പര്യാപ്തമായ പുതിയ പാതകൾ തെളിയിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാർ കൈമാറിയ സത്യവിശ്വാസത്തിൽ മായം ചേർക്കാതെയും വിഷം കലർത്താതെയും അഭികരമായി തന്നെ അടുത്ത തലമുറയ്ക്കും കൈമാറണമെന്ന കാര്യത്തിൽ സഹാപിതാക്കന്മാർക്ക് നിഷ്കർഷയുണ്ടായിരുന്നു. സുനകദോസുകളുടെ ചരിത്ര പഠനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ അടിത്തറയെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സഭയുടെ വിശ്വാസ സത്യങ്ങളെയും പ്രബോധനങ്ങളെയും രൂപീകരിക്കുന്നതിന് ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആദ്യത്തെ 7 സുനകദോസുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുക. 325 നിക്യാ സുനകദോസ്, 381 ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, 431 എഫേസുസ് സുനകദോസ്, 453 ഹാലിസഡൻ സുനകദോസ്, 553 നടന്ന രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, 680 നടന്ന മൂന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, 787 നടന്ന രണ്ടാം നിക്യാ സുനകദോസ്. ഇനി നമ്മൾ ഓരോ സുനകദോസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നിക്യാ സുനകദോസ് AD 325 കൂടിയ ആദ്യത്തെ സാർവത്രിക സുനകദോസാണ് നിക്യാ സുനകദോസ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ഈ സുനകദോസിൽ 318 മെത്രാന്മാർ പങ്കെടുക്കുകയുണ്ടായി. ആരിയൂസ് എന്ന അലക്സാണ്ട്രിയൻ വൈദികന്റെ അബദ്ധ ഉപദേശത്തെ അഥവാ പാഷണ്ഡതയെ എതിർത്ത് സത്യവിശ്വാസം പഠിപ്പിക്കാനാണ് ഈ സുനകദോസ് കൂടിയത്. എന്താണ് ആര്യനിസം? ആരിയൂസ് ഉന്നയിച്ച സിദ്ധാന്തമാണ് ആര്യനിസം. പുത്രന്റെ ദൈവ സ്വഭാവവും ദൈവിക വിശേഷണങ്ങളും വിശിഷ്യ നിത്യതയും ആരിയൂസ് നിഷേധിച്ചു. പുത്രൻ ദൈവവചനമാണ്. ഈ വചനം ദൈവത്തിൻ്റെ പ്രഥമ സൃഷ്ടിയും മറ്റെല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവുമാകുന്നു. പുത്രന് ദൈവസത്തയില്ല, അതായത് ദൈവം ഒന്നേയുള്ളൂ, അത് പിതാവായ ദൈവം മാത്രമാണ്. യേശുവും പിതാവും സത്തയും ഒന്നല്ല. യേശു പിതാവിനേക്കാൾ കുറഞ്ഞ ദൈവികതയുള്ള മനുഷ്യവ്യക്തിയാണ്. മനുഷ്യരിൽ വെച്ച് ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തിയാണ് യേശു. ചുരുക്കത്തിൽ ആരിയൂസ് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു. ഏകദൈവവിശ്വാസം ഉയർത്തിപ്പിടിക്കാനും യേശുവിൻ്റെ മഹത്വം പ്രകടമാക്കാനും ആരിയൂസിൻ്റെ ചിന്തയ്ക്ക് സാധിച്ചു. എങ്കിലും അത് അടിസ്ഥാനപരമായി യേശു മനുഷ്യൻ മാത്രമാണ് എന്ന ചിന്തയിൽ അധിഷ്ഠിതമായിരുന്നു. സഭയിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ പശ്ചാത്തലത്തിലാണ് നിക്യാ സുനകദോസ് കൂടുന്നത്. ഈ സുനകദോസ് ആര്യൻ പാഷണ്ഡതയെ തള്ളിപ്പറയുകയും യേശുവും പിതാവും സമസത്തയാണെന്നും ഒരേ ദൈവത്വം പങ്കുവയ്ക്കുന്ന 2 വ്യക്തികളാണെന്നും യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് പഠിപ്പിച്ചു.
സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ ഒരു വിശ്വാസ പ്രമാണത്തിന് രൂപം കൊടുക്കേണ്ടതാണെന്ന് പിതാക്കന്മാർക്ക് ബോധ്യമായി. അങ്ങനെ നിക്കായിൽ വെച്ച് സത്യവിശ്വാസത്തിൻ്റെ രത്നച്ചുരുക്കം രൂപീകൃതമായി. അഥവാ ഒരു വിശ്വാസ പ്രമാണം സഭയ്ക്ക് ലഭിച്ചു. സഭയിലെ രണ്ടാമത്തെ സാർവത്രിക സുരകദോസാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സുരകദോസ്. തെയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തിയാണ് ഈ സുരകദോസ് വിളിച്ചുകൂട്ടിയത്. 150 മെത്രാന്മാർ സന്നിഹിതരായിരുന്നു. ഈ പിതാക്കന്മാർ മാസിഡോണിയസം എന്ന പാഷണ്ഡതയെ എതിർത്തു. പരിശുദ്ധാത്മാവ് ഒരു മാലാഖ മാത്രമാണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് കാണാനാകില്ലെന്ന് മാസിഡോണിയസ് വാദിച്ചു. ഈ വാദങ്ങളെ എതിർത്ത പിതാക്കന്മാർ നിക്യ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ജീവന്റെ നാഥനും ദാതാവുമായി പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുകയും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് നാം കാണുന്ന വിശ്വാസ പ്രമാണം 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസിൽ പുനർക്രമീകരിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ വിശ്വാസ പ്രമാണത്തെ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമെന്ന് അറിയപ്പെടുന്നു. വിശ്വാസ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ആരിൻ തർക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമമാണ് 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസിൽ നടന്നത്. സഭയിൽ നടന്ന മൂന്നാമത്തെ സുനകദോസാണ് എഫേസുസ് സുനകദോസ്. സഭാചരിത്രത്തിലെ മൂന്നാമത്തെ സുനകദോസ് നടന്നത് ഏഷ്യ മൈനറിലെ ഇന്നത്തെ തുർക്കിയിൽ എഫേസുസിൽ വെച്ചാണ്. തെയോഡോഷ്യസ് ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ഈ സിനഡിൽ 159 മെത്രാന്മാർ സന്നിഹിതരായി. ഈ സുനകദോസിൽ വെച്ചാണ് സഭ നെസ്തോറിയൻ ഭാഷണത്തെ തള്ളിപ്പാട്. എന്താണ് നെസ്തോറിയനിസം? കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്തോറിയസ് പ്രചരിപ്പിച്ച സിദ്ധാന്തമാണ് നെസ്തോറിയനിസം. യേശുവിന് ദൈവികവും മാനുഷികവുമായ 2 വ്യക്തിത്വമുണ്ടെന്ന്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായത് മാനുഷിക വ്യക്തിത്വമാണ്. അതിലേക്ക് ദൈവികത വന്നു ചേരുകയായിരുന്നുവെന്നും അതിനാൽ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കേണ്ട തിയോടോക്കോസ് പകരം ക്രിസ്തു മാതാവ് ക്രിസ്റ്റോടോക്കോസ് എന്ന് വിളിച്ചാൽ മതിയെന്ന് പഠിപ്പിച്ചു. എഫേസസ് സുനകദോസ് ഈ പാഷണ്ഡതയെ തള്ളിപ്പറഞ്ഞു. ദൈവിക വ്യക്തിയായ പുത്രൻ തമ്പുരാൻ വചനമായ ദൈവം മനുഷ്യനായി മാംസമായി മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചു. അങ്ങനെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവുമുള്ള ഏക വ്യക്തിത്വമാണ് യേശുവെന്നും മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച നിമിഷം മുതൽ യേശു ദൈവമായിരുന്നുവെന്നും ദൈവപുത്രനാണ് മറിയത്തിൻ്റെ ഉദരത്തിൽ ജന്മമെടുത്തതെന്നും അതിനാൽ മറിയത്തെ ദൈവമാതാവെന്ന അർത്ഥശങ്കയില്ലാതെ വിളിക്കാമെന്നും എഫേസുസ് സുനകദോസ് പഠിപ്പിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഏക വ്യക്തിത്വം എഫേസുസ് സുനകദോസിൽ ബോധ്യപ്പെടുന്നു. പക്ഷേ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്തോറിയസിന് അനേകം അനുയായികളുണ്ടായി. അദ്ദേഹത്തെ പേർഷ്യൻ നാടുകളിലേക്ക് നാടുകടത്തി. അങ്ങനെ ഇറാൻ, ഇറാഖ് എന്നീ സ്ഥലങ്ങളിലേക്ക് നെസ്തോറിയൻ സഭ വളർന്നു. ഇന്ന് സഭയിൽ കാണപ്പെടുന്ന ആദ്യത്തെ പിളർപ്പാണിത്. നെസ്തോറിയൻ സഭയെന്നോ അസീറിയൻ സഭയെന്നോ ഈ സഭയെ അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സഭാസമൂഹം ചെറിയ സമൂഹങ്ങളായി നിലനിൽക്കുന്നു. കേരളത്തിൽ തൃശ്ശൂർ ഭാഗത്തുള്ള സൂറായി സഭ അഥവാ ചർച്ച് ഓഫ് ഈസ്റ്റ് ഈ സഭയുടെ ഭാഗമാണ്. നാലാമത്തെ സുനകദോസാണ് കാൽസിഡൻ അഥവാ കൈക്കദോനിയ സുനകദോസ്. AD 451 കാൽസിഡനിൽ സമ്മേളിച്ച സുനകദോസിൽ വെച്ച് ഏക സ്വഭാവവാദം എന്ന പാഷണ്ഡതയെ സഭാപിതാക്കന്മാർ തള്ളിപ്പറഞ്ഞു. യേശുവിൻ്റെ ഏക വ്യക്തിത്വത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് യേശുവിൻ്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒന്നായിരിക്കുന്നു, അങ്ങനെ ഏക സ്വഭാവമായിരിക്കുന്നുവെന്ന് സന്യാസിയായിരുന്ന എവിത്തിക്കോസ് പഠിപ്പിച്ചു. ഇതിനെ ഏക സ്വഭാവവാദം എന്ന് പറയുക മോണോഫിസിറ്റിസിസം. എഫേസസ് സുനകദോസിൻ്റെ പഠിപ്പിക്കലായ യേശുവിൽ ഒരു വ്യക്തിത്വവും 2 സ്വഭാവം എന്ന ആശയത്തിന് എതിരായിരുന്നു
ഏക സ്വഭാവവാദം എന്ന ഭാഷകത. അങ്ങനെ AD 451 കാൽസിഡോൺ സുനഗദോസിൽ എവിത്തിക്കോസിനെയും ഏക സ്വഭാവവാദത്തെയും സഭ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇവർ ക്രമേണ അന്ത്യോക്യയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ വളർന്നു വന്നു. യാക്കോബ് ബുർധാന എന്ന മെത്രാൻ ചിതറിപ്പോയ ഏക സ്വഭാവവാദികളെ ഒന്നിച്ചുകൂട്ടി നേതൃത്വം നൽകി. അവരെയാണ് അന്ത്യോക്യയിൽ യാക്കോബായ സഭ എന്ന് വിളിക്കുന്നത്. ഈ യാക്കോബായ സഭയിലെ മാർ ഗ്രിഗോറിയോസ് എന്ന മെത്രാനാണ് AD 1665 ആദ്യമായി കേരളത്തിലെത്തുന്നതും പുത്തൻപൂർ സമുദായത്തെ ഒന്നിപ്പിക്കാൻ നേതൃത്വം നൽകിയതും. അങ്ങനെ പുത്തൻകുറ്റുകാർ യാക്കോബായക്കാർ എന്ന് അറിയപ്പെടാനും തുടങ്ങി. സഭയിലെ 5ാമതായി നടന്ന സുനഗദോസാണ് രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഗദോസ്. യേശുക്രിസ്തുവിന്റെ ഏക വ്യക്തിത്വത്തെ ഇത് ഊന്നിപ്പറഞ്ഞു. മുൻകാലങ്ങളിലെ സുനഗദോസുകളിലെ തീരുമാനങ്ങളും സിദ്ധാന്തങ്ങളും ഒന്നുകൂടി ഉറപ്പിച്ചു. എന്നാൽ സഭയ്ക്കുള്ളിലെ ഭിന്നതകൾ ശക്തമാവുകയും സഭ കൂടുതൽ വിഭജിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. 6ാമത്തെ സുനഗദോസായിരുന്നു 3ാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഗദോസ്. മോണോതെലേറ്റിസം എന്ന പാഷണത്തെ സ്വീകരിച്ച ചിലർ 7ാം നൂറ്റാണ്ടിൽ സഭയിലുണ്ടായി. ദൈവ മനുഷ്യനായ യേശു ക്രിസ്തുവിന് ഒരിച്ച വൺ വേ മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച സിദ്ധാന്തമാണ് മോണോതെലേറ്റിസം. എന്നാൽ സിനഡ് പിതാക്കന്മാർ പഠിപ്പിച്ചു, ക്രിസ്തുവിന് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉള്ളതിനാൽ ദൈവികമായ ഇച്ഛയും മാനുഷികമായ ഇച്ഛയുമുണ്ട്. 7ാമത്തെ സുനഗദോസാണ് രണ്ടാം നിക്യ സുനഗദോസ്. ഐക്കൺ തകർക്കൽ തർക്കം അഥവാ ഐക്കണോക്ലാസ്. ഐക്കൺസിന് എതിരായ നിലപാട് പൗരസ്ത്യ പ്രദേശങ്ങളിൽ ശക്തമായി വന്നു. മനുഷ്യാവതാരത്തിൻ്റെ മാനുഷിക വശം ഊന്നിപ്പറയാത്ത ഏക സ്വഭാവവാദിയെ പദാർത്ഥം തിന്മയാണ്, മാറ്റർ ഈസ് ഈവിൾ എന്ന് പഠിപ്പിച്ച മനിക്കേയിസം ഭാഷണത, ഇസ്ലാം എന്നിവരുടെ സ്വാധീനം മൂലമാകാം ഈ ചിന്ത സഭയിൽ വളർന്നു വന്നത്. ലയോ മൂന്നാമൻ, കോൺസ്റ്റന്റൈൻ 5ാമൻ എന്നീ ബൈസന്റൈൻ ചക്രവർത്തിമാർ ഐക്കണിനെതിരെ നിലപാട് സ്വീകരിച്ചു. എതിർത്തവരെ അമർച്ച ചെയ്തു, കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ മതപീഡനവും തർക്കവും അവസാനിപ്പിച്ച് സഭയിൽ സമാധാനം സ്ഥാപിക്കുവാനും ഐക്കൺ തകർക്കൽ പാഷണ്ഡത ഇല്ലാതാക്കുവാനുമായി കൂടിയ പൊതു സിനഡാണ് രണ്ടാം നിക്യ സുനഗദോസ്. ലിഖിതവും അലിഖിതവുമായ സഭാപാരമ്പര്യങ്ങൾ സഭയിലുണ്ടെന്ന് നിക്യ സ്പഷ്ടമായി പഠിപ്പിച്ചു. അവ സഭയുടെ വിശ്വാസത്തിനും ശിക്ഷണത്തിനുമുള്ള മാർഗങ്ങളാണ്. സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ലിഖിതവും അലിഖിതവുമായ പാരമ്പര്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് തങ്ങളെന്ന് പിതാക്കന്മാർ അവിടെ പ്രസ്താവിച്ചു. അതിലൊന്നാണ് ഛായാചിത്രങ്ങളുടെ നിർമ്മിതിയും അവയോടുള്ള വണക്കവും. നേരത്തെയുള്ള എക്യുമെനിക്കൽ കൗൺസിലുകളും സത്യവിശ്വാസികളായ പിതാക്കന്മാരും അവരുടെ പഠനങ്ങളും സഭാപാരമ്പര്യമായി കണക്കാക്കി. ഛായാചിത്രങ്ങൾക്ക് നൽകുന്ന വണക്കം അഥവാ ബഹുമാനം അത് ആരെ പ്രതിനിധീകരിക്കുന്നുവോ ആ വ്യക്തിക്കാണ് നൽകുന്നതെന്ന് പഠിപ്പിച്ചു. മനുഷ്യരെ പഠിപ്പിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഛായാചിത്രങ്ങൾ. മനുഷ്യനായി തീർന്ന ദൈവത്തെ മാനുഷിക രീതിയിൽ അവതരിപ്പിക്കാൻ ഇതിന് കഴിയും. ദൈവപുത്രന്റെ മാനുഷിക മുഖമാണ് അവതരിപ്പിക്കുക. നമ്മുടെ രക്ഷയ്ക്കായി മനുഷ്യനായി തീർന്ന ദൈവത്തെ നമ്മെ അതെത്തിക്കും. അതുകൊണ്ട് അത് വിഗ്രഹാരാധനയല്ല, ദൈവകൽപ്പനയ്ക്ക് എതിരുമല്ല, മറിച്ച് സഭയുടെ ശരിയായ പാരമ്പര്യത്തിന് അനുസൃതമാണെന്ന് രണ്ടാം നിക്യ സുനഗദോസ് പഠിപ്പിച്ചു. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഒരുപോലെ പൂർണ്ണമായി അംഗീകരിക്കുന്ന 7ാമത്തേതും അവസാനത്തേതുമായ സിനഡാണ് രണ്ടാം നിക്യ സുനഗദോസ്. റോമ മാർപ്പാപ്പയുടെ ഭാഗഭാഗിത്വവും പൗരസ്ത്യ പാത്രിയാർക്കീസ്മാരുടെ സഹകരണവും ഉണ്ടെങ്കിലേ എക്യുമെനിക്കൽ സെനഡുകളുടെ തീരുമാനങ്ങൾ നൈയാമികമാവൂ എന്ന് അവിടെ അംഗീകരിക്കപ്പെട്ടു. കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ സുനഗദോസ് രീതിയിൽ സഹകരിച്ച് നടന്ന അവസാനത്തെ സുനഗദോസ് ആയിരുന്നു രണ്ടാം നിക്യ സുനഗദോസ്. സഭാചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളായിരുന്നു ആദ്യത്തെ 7 സുനഗദോസുകൾ. മാനുഷിക മാർഗങ്ങളിലൂടെ ദൈവം സഭയിൽ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ഈ ചരിത്ര പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സഭയിൽ വിശ്വാസ സത്യങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിസന്ധികളുണ്ടായപ്പോൾ എങ്ങനെ പരിഹരിക്കാമെന്ന സുനകദോസുകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. സഭാചരിത്ര പഠനത്തിലെ ആദിമ യുഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സഭായുഗത്തിൽ സഭയിൽ ഇപ്രകാരം ക്രൈസ്തവ സന്യാസം രൂപപ്പെട്ടുവെന്നും ആദ്യകാല സഭാപിതാക്കന്മാർ ആരൊക്കെയാണെന്നും ആദ്യ നൂറ്റാണ്ടുകളിലെ സഭയുടെ സാർവത്രിക സുനകദോസുകളെ കുറിച്ചും നമ്മൾ ഇന്ന് മനസ്സിലാക്കി. വീണ്ടും അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ സഭയുടെ മധ്യയുഗത്തെക്കുറിച്ചും ആധുനിക യുഗത്തെക്കുറിച്ചും സമകാലിക യുഗത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.